മൈ ഗൈസ്, നമ്മളിപ്പോ ആനക്കെട്ടി ഒരു 500 രൂപ എണ്ണടിച്ച് ഞങ്ങളാണ്ട് അറിയാം. നമ്മളിപ്പോ പോണത് ഊട്ടിക്കാണ്. നമ്മൾ എന്താ കൂടി പോണെന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ വമ്പൻ മഴയാണ്. കാട്ടുകൂടിയൊക്കെ പോകുമ്പോൾ മരം വീഴാനൊക്കെ സാധ്യത ഉണ്ട്. ആനക്കെട്ടി കോയമ്പത്തൂർ വഴിയാണ് നമ്മൾ പോണത്. ഇത് കൂടി പോണ റൂട്ട് ഉണ്ടല്ലോ, അത് വേറൊരു ഫീലാണ് കേട്ടോ. അതൊന്ന് കണ്ടോക്കി. ഇത് കൂടി പോകുമ്പോ നമുക്ക് ഉൾഗ്രാമം എന്താണെന്ന് മനസ്സിലാവും. വലിയ ഡേഞ്ചർ അല്ലാത്ത ഫോറസ്റ്റ് കൂടിയാണ് പോകുന്നത്. എന്നാലും ആനശല്യമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ചെറിയ ഇടുങ്ങിയ റോഡൊക്കെ തന്നെ, പക്ഷെ റോഡിന്റെ ക്വാളിറ്റി മിയ സൂപ്പറാണ്. കുറച്ചാണ് പോയപ്പോഴാണ് രണ്ട് വഴി ഒരേ ഏത് വഴി കൂടിയാ പോവാന്നറിയാതെ വിജൃംഭിച്ചു നിന്ന് ഞങ്ങൾ. ഈ ഹംക്കിനോട് എവിടെ കൂടിയാ പോവാന്ന് ചോദിച്ചപ്പോ ഓൻ എവിടെ നിൽക്കണമെന്ന് ഓനക്ക് തന്നെ അറിയാം. ഈ റൂട്ട് നിങ്ങൾ വൈകുന്നേരം ഒന്നും പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയേക്കൊണ്ട് അമ്മാരി ഫീലാണ്. ഒരു പ്രത്യേക തരം കാറ്റിങ്ങോട്ട് വീശാണ്. നേരെ അങ്ങനെ മോന്തേക്കും. കുറച്ച് മനുഷ്യന്മാരൊക്കെ ഉള്ള ഏരിയ എത്തി. മേട്ടുപ്പാള എത്തി ഒരു ചായ കുടിച്ചു. റോഡൊക്കെ അടിപൊളിയാണെങ്കിൽ പൊടിക്കൊരു കുറവില്ല കേട്ടോ. ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ബോർഡ് ഉണ്ട്. ആ ചങ്ങായി ചോദിച്ചു, എങ്ങടെ തമ്പി ഈ പാസ് നിർബന്ധാട്ടോ. ഞങ്ങൾ അങ്ങനെ തണുത്ത് വരച്ചിങ്ങാണ്ട് ചുരം കയറി. ഞങ്ങളങ്ങനെ കൂനൂരിന്ന് വരെ ആൾമനുഷ്യനും ഇല്ലാത്തൊരു ഹോട്ടലിൽ കയറി. കുഴപ്പമില്ലാത്തൊരു ഫുഡ് ആയി. ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഊട്ടിക്ക് യാത്രയായി. ചെറിയ മഴ, അത്യാവശ്യം കാറ്റുണ്ടായി. ഫുഡീസ് ഇല്ലാതെ പോയ ചുക്കാമണി നീച്ചിക്കും. ഞങ്ങൾ അങ്ങനെ ടെന്റ് അടിച്ചിങ്ങാണ്ട് കടന്നുറങ്ങി. ബാക്കി നാളെ.